ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ലൈവ്സ് മോട്ടോർ ഗ്യാരേജ് ആൻഡ് ട്രാവലുകളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, എന്താ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബൈക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ബൈക്ക് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് X47 എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡലാണ്. സോ ഈ ബൈക്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ക്യാമറ ഉണ്ട്. ബൈക്കിലേക്ക് സാധാരണ ക്യാമറ വെക്കാറില്ല. എന്തായാലും ഈ ഒരു ബൈക്കിന് ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ നമ്മുടെ കാറിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതിൽ ഈ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. സോ ഇപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ബാക്ക് സീറ്റിൻ്റെ താഴെ, അതായത് ടെയിൽ ലൈറ്റിൻ്റെയും സീറ്റിൻ്റെ ഇടയ്ക്കാണ് ഈ ക്യാമറ സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ ആ ഒരു ക്യാമറയും ഡാഷ്ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിയർ വിഷനൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. കുറഞ്ഞൊരു കാറോ ബൈക്കോ ലോറിയോ വല്ലതും വരുമെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ അതിൽ ഇടാൻ സാധിക്കുന്നതായിരിക്കും. അതുമാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ക്യാമറയുടെ വീഡിയോ നമുക്ക് കടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം എന്തായാലും നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ടു ക്യാമറയുടെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ബൈക്ക് നമ്മുടെ അൾട്രാ വയലറ്റ് X47 മോഡൽ തന്നെയുള്ള ബൈക്ക് തന്നെയാണ്. വിഷമം വേണ്ട, അതിൻ്റെ ഫീച്ചേഴ്സ് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 2.5 ലക്ഷം രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ 323 കിലോമീറ്റർ വരെ റേഞ്ച് നമ്മുടെ കമ്പനി വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇലക്ട്രിക് ക്രോസ് ഓവർ ഹൈ പെർഫോമൻസ് ബൈക്കും കൂടെയാണ് നമ്മുടെ ഈ അൾട്രാ വയലറ്റ് X47 മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വന്നാണ് റേഞ്ച് ആൻഡ് ടോപ്പ് സ്പീഡ് വരുന്നത്. ഒറ്റ ചാർജിൽ 323 km/h സ്പീഡ് വരെ ഇതിന് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതായത് മണിക്കൂറിൽ 145 കിലോമീറ്ററാണ് ഇതിൻ്റെ കൂടിയ വേഗം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് റഡാർ ടെക്നോളജി. അപ്പോൾ റഡാർ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിനിലൊക്കെയാണ് സാധാരണ റഡാറൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് റഡാർ ടെക്നോളജി ഉള്ളൊരു ബൈക്കാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ റഡാർ ടെക്നോളജി ഉള്ളൊരു ബൈക്കാണ് X47 മോഡൽ ബൈക്ക്. പിന്നെ ഈ ഒരു ബൈക്കിൽ റെയർ കൊളിഷൻ വാർണിംഗ് സിസ്റ്റം ഉണ്ട്. അത് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകും. അതായത് അതിൻ്റെ ക്യാമറ സിസ്റ്റം നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോ അത് തന്നെയാണ് സംഭവം. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്നാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ റൈഡിങ് മോഡുകളാണ്. അൾട്രാ വയലറ്റ് F47 മാക്റ്റീവ് റീകോണിൽ നമ്മൾ കണ്ട പോലെ ഗ്ലൈഡിങ് മോഡ്, കോമ്പാക്റ്റ് മോഡ്, അതുപോലെ തന്നെയാണെങ്കിൽ ബാലിസ്റ്റിക് മോഡ്, ഈ 3 മോഡുകളും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ 10 ലെവൽ റീജനറേറ്റീവ് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ അതുപോലെ വരുന്നത് ഹിൽ ഹോൾഡും അസിസ്റ്റൻറ്റ്, പിന്നെ ട്രാക്ഷൻ കൺട്രോളും വരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഈ നാലാമത്തെ തന്നെ ഡിസൈൻ വരുന്നത് മികച്ച ഡിസൈൻ തന്നെയാണ്. റേസിംഗ് ബൈക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ ലോങ് ഡ്രൈവിങ് ദീർഘദൂര യാത്രയ്ക്കൊക്കെയാണെങ്കിൽ ഷോക്ക് അബ്സോർബർ വെച്ച് നമുക്ക് നടുവൊന്നും വേദന എടുക്കില്ല. അത്രയും നല്ലൊരു ഷോക്ക് അബ്സോർബറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇനി വേറെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം ടോപ്പ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. വില മറക്കണ്ട, 2.5 ലക്ഷം രൂപയാണ്. സോ എന്തായാലും ഈ ഒരു ബൈക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങാൻ മറക്കരുത്. സോ എന്തായാലും ഈ വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ കാണാൻ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോ ഇനി അവൈലബിൾ ആയിരിക്കും. സോ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതിനുണ്ട്. ബൈ.